ആരാണ് മലാല? ഈ ഒരു ചോദ്യത്തിന് ശേഷമാണ് മലാല യൂസഫ്സായി എന്ന പാകിസ്ഥാനി പെൺകുട്ടിയുടെ ജീവിതം തന്നെ മാറിമറിഞ്ഞത്. അവളുടെ കഥ ലോകമറിഞ്ഞത്. ആരാണ് മലാല എന്ന് ആക്രോശിച്ചുകൊണ്ട് മതതീവ്രവാദത്തിന്റെ മുഖംമൂടി അണിഞ്ഞ ഒരുവൻ അവരുടെ സ്കൂൾ വാനിലേക്ക് ചാടിക്കയറുകയും അവളുടെ നെറുകയിൽ നിറയൊഴിക്കുകയും ചെയ്തു 2012 ഒക്ടോബർ 9-നാണ്. അതിനുശേഷം മലാല ആരാണ് എന്നറിയാത്തവരായി ആരും തന്നെ ഇല്ല എന്ന് പറയേണ്ടി വരും. അതിലും പ്രധാനമായി ഞാനാണ് മലാല എന്ന് ഉത്തരം പറയുന്ന ആയിരക്കണക്കിന് പെൺകുട്ടികൾ ഉണ്ടായി എന്നതാണ്. അവരെല്ലാവരും മലാലയോടൊപ്പം ചേർന്ന് ഒരേ സ്വരത്തിൽ ഉറച്ചു ചോദിക്കുന്നു, പഠിക്കാനുള്ള എൻ്റെ അവകാശത്തെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ ആരാണ്? പുസ്തകവും പേനയുമാണ് നമ്മുടെ ആയുധം, വിദ്യാഭ്യാസമാണ് ഏക പരിഹാരം. ഇങ്ങനെ പറഞ്ഞ് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പൊരുതുന്ന മലാല യൂസഫ്സായിയുടെ കഥയാണ് ഇന്ന്. സ്വാഗതം. ഇത് സ്റ്റോറി ടൈം വിത്ത് ക്ലബ് FM. പഷ്തൂൺ കവയത്രിയും യോദ്ധാവുമായിരുന്ന മൈവന്ത് ദേശക്കാരിയായ മലാലയെക്കുറിച്ച് അഫ്ഗാനിസ്ഥാനിൽ കേൾക്കാത്തവരായ ആരും തന്നെ ഉണ്ടാവുകയില്ല. 1880-ൽ അഫ്ഗാനിലെ ബ്രിട്ടീഷ് അധിനിവേശത്തെ പഷ്തൂൺ സൈന്യത്തോടൊപ്പം ചേർന്ന് പൊരുതിയ ധീരയായ പെൺകുട്ടിയായിരുന്നു ആ മലാല. ആ മലാലയെ പോലെ ആവണമെന്ന് മോഹിച്ചാണ് സ്വാത്തിലെ ഓരോ പെൺകുട്ടിയും വളരുന്നത്. കവിയും വിദ്യാഭ്യാസ പ്രവർത്തകനുമായിരുന്ന സിയാവുദ്ദീൻ യൂസഫ്സായിക്ക് തനിക്ക് ആദ്യം പിറന്ന പെൺകുട്ടിക്ക് പേരിടാൻ മറ്റൊരു പേര് അന്വേഷിക്കേണ്ടി വന്നില്ല. മലാല. മലാല യൂസഫ്സായി. 1997 ജൂലൈ 12-നാണ് മലാല ജനിക്കുന്നത്. മിങ്കോറയിലെ വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും 2 അനുജന്മാർക്കുമൊപ്പം അവൾ സന്തോഷവതിയായാണ് ജീവിച്ചിരുന്നത്. എന്നാൽ 2008 മുതൽക്കാണ് മലാലയുടെ ജീവിതം മാറിമറിയുന്നത്. സ്വാത്തിൽ പാക് താലിബാൻ പിടിമുറുക്കുന്നത് അപ്പോൾ മുതലായിരുന്നു. അവിടുത്തെ ജനങ്ങളുടെ സാധാരണ ജീവിതത്തിൽ മതതീവ്രതയുടെ വാളുയർത്തിപ്പിടിച്ച് പാക് താലിബാൻ ഇടപെട്ടു തുടങ്ങിയിരുന്നു. സംഗീതവും നൃത്തവും നിരോധിച്ചുകൊണ്ടായിരുന്നു താലിബാന്റെ തുടക്കം. അവരുടെ ആജ്ഞ ലംഘിക്കുന്നവർക്ക് മരണമടക്കമുള്ള കടുത്ത ശിക്ഷകൾ നേരിടേണ്ടി വരുമായിരുന്നു. ദിവസവും രാത്രി 8 മണിക്ക് പ്രാദേശിക FM ചാനലിലൂടെ താലിബാന്റെ നേതാവ് മൗലാന ഫസലുള്ള ജനങ്ങൾ എങ്ങനെ ജീവിക്കണമെന്നതിനെക്കുറിച്ച് അവർക്ക് നിർദ്ദേശങ്ങൾ നൽകാൻ തുടങ്ങി. റേഡിയോ മുല്ല എന്നാണ് ഫസലുള്ള അറിയപ്പെട്ടിരുന്നത്. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പ്രചാരകരായിരുന്ന മുല്ലമാരെ കണ്ട് ശീലിച്ച് സ്വാത്ത് നിവാസികൾക്ക് വിദ്വേഷത്തിൻ്റെ പ്രചാരകനായ ഫസലുള്ളയോട് കഠിനമായ എതിർപ്പായിരുന്നു, വെറുപ്പായിരുന്നു. എന്നാൽ ആ എതിർപ്പ് പരസ്യമായി പ്രകടിപ്പിക്കാൻ അവർ ഭയപ്പെട്ടിരുന്നു. കാരണം അവരെ അനുസരിച്ചില്ലെങ്കിൽ അവർ കൊന്നുകളയും. ദിവസവും റേഡിയോയിലൂടെ കൊല്ലാൻ വിധിക്കപ്പെട്ട ആളുകളുടെ പേര് വിവരങ്ങൾ റേഡിയോ മുല്ല അനൗൺസ് ചെയ്യാൻ തുടങ്ങി. തല വെട്ടിമാറ്റി വികൃതമാക്കപ്പെട്ട മൃതശരീരങ്ങൾ തിരക്കേറിയ നഗരപ്രദേശങ്ങളിലും വൈദ്യുതകാലുകളിലും മരക്കൊമ്പുകളിലുമെല്ലാം കെട്ടിത്തൂക്കിയ നിലയിൽ കണ്ടു തുടങ്ങി. അത് പിന്നെ അവിടെ ഒരു നിത്യ കാഴ്ചയായി മാറി. പഠിക്കാൻ വലിയ താല്പര്യമായിരുന്നു മലാലയ്ക്ക്. പഷ്തൂണും ഇംഗ്ലീഷും അടക്കം 5 ഭാഷകൾ അവളുടെ അച്ഛൻ അവൾക്ക് പഠിപ്പിച്ചു കൊടുത്തിരുന്നു. എന്നാൽ പെൺകുട്ടികൾ വീട്ടിലിരിക്കേണ്ടവരാണെന്നും ആൺകുട്ടികളോടൊപ്പം സ്കൂളിൽ പോയി പഠിക്കുന്നത് അനിസ്ലാമികമാണ് എന്നുമായിരുന്നു താലിബാന്റെ തിട്ടൂരം. താലിബാന്റെ ഈ തീരുമാനം മലാലയെ ആകെ അസ്വസ്ഥയാക്കി. സ്വന്തം മകളുടെ ദുഃഖം തിരിച്ചറിഞ്ഞ സിയാവുദ്ദീൻ അവളെയും കൊണ്ട് തൊട്ടടുത്ത നഗരമായ പെഷവാറിലേക്ക് യാത്രയായി. അവിടെ ചെന്ന് അവിടുത്തെ പ്രസ് ക്ലബിലെ പത്രലേഖകർക്ക് മുൻപിൽ താലിബാന്റെ കാടൻ തീരുമാനങ്ങൾക്കെതിരെ മലാല തുറന്നടിച്ചു. വിദ്യാഭ്യാസം എന്ന അടിസ്ഥാന അവകാശത്തെ നിഷേധിക്കാൻ താലിബാന് എന്ത് അവകാശം എന്നതായിരുന്നു അവളുടെ ചോദ്യം. സ്വാത്ത് താഴ്വരയിൽ നിന്നും താലിബാനെതിരെ ഉയർന്ന ആദ്യ പ്രതിഷേധമായിരുന്നു അത്. വെറും 11 വയസ്സുകാരിയായ മലാല നടത്തിയ ആ പത്രസമ്മേളനം
അതീവ പ്രാധാന്യത്തോടെയാണ് പെഷവാറിലെ പത്രങ്ങൾ പിറ്റേ ദിവസം പ്രസിദ്ധീകരിച്ചത്. മലാല യൂസഫ്സായി എന്ന പെൺകുട്ടിയുടെ പ്രതിഷേധം രാജ്യം മുഴുവനും അറിഞ്ഞു തുടങ്ങിയത് അന്നു മുതലായിരുന്നു. 2009 തുടക്കത്തിലാണ് BBC പാകിസ്ഥാൻ ലേഖകൻ അബ്ദുൽ ഹൈക്കാക്കർ മലാലയുടെ പിതാവ് സിയാവുദ്ദീനെ സമീപിക്കുന്നത്. പിന്നീടാണ് BBC വേണ്ടി ഒരു ബ്ലോഗ് എഴുതാൻ മലാല തീരുമാനിക്കുന്നത്. താലിബാന് കീഴിലുള്ള സ്വാത്തിലെ ജീവിതവും രാഷ്ട്രീയവും അക്രമവുമെല്ലാം അവിടുത്തെ ഒരു സാധാരണക്കാരിയുടെ കാഴ്ചപ്പാടെന്ന നിലയിൽ ആ ബ്ലോഗിൽ പ്രസിദ്ധപ്പെടുത്തണം. പഷ്തൂൺ നാടോടി കഥയിലെ കഥാപാത്രമായിരുന്ന ഗുൽമക്കായി എന്ന തൂലികാനാമത്തിലാണ് മലാല ആ ബ്ലോഗ് എഴുതുന്നത്. ഗുൽമക്കായി എന്നാൽ ചോളത്തിൻ്റെ പൂവ് എന്നാണ് അർത്ഥം. 2009 ജനുവരി 3 മലാലയുടെ ബ്ലോഗ് പ്രസിദ്ധീകരിക്കപ്പെട്ടു. എന്നാൽ ജനുവരി 15 ശേഷം ഒരൊറ്റ പെൺകുട്ടി പോലും സ്കൂളിൽ പോകരുത് എന്ന് താലിബാൻ ഉത്തരവിറക്കി. അതിനിടയിൽ 100-ലധികം പള്ളിക്കൂടങ്ങൾ താലിബാൻ സേന തകർത്തിരുന്നു. 2009 മാർച്ച് 12 സ്വന്തം കൈപ്പടയിൽ മലാല എഴുതിയിരുന്ന ബ്ലോഗ് കുറിപ്പുകൾ അവസാനിച്ചു. അപ്പോഴേക്കും ഗുൽമക്കായി എന്ന പേരിൽ ബ്ലോഗ് എഴുതുന്നത് താനാണെന്ന വിവരം പുറത്തറിഞ്ഞിരുന്നു. പ്രാദേശിക പത്രങ്ങളും ടെലിവിഷൻ ചാനലുകളിലുമെല്ലാം മലാലയുടെ ഇൻ്റർവ്യൂകളും റിപ്പോർട്ടുകളും പ്രസിദ്ധീകരിക്കപ്പെട്ടു. പ്രസിദ്ധി വർദ്ധിക്കും തോറും മലാലയ്ക്കും അച്ഛനും നേരെയുള്ള വധഭീഷണികളും ആക്രമണ ഭീഷണികളും വർദ്ധിച്ചു വന്നു. മലാലയുടെ അച്ഛനെ വധിക്കുമെന്ന് റേഡിയോയിലൂടെ അനൗൺസ്മെൻ്റ് ഉണ്ടായി. എന്നാൽ വെടിയുണ്ടകളേക്കാൾ ശക്തിയുള്ള വാക്കുകളുമായി മലാല പോരാട്ടം തുടർന്നു. സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ബോധവൽക്കരണ പരിപാടികളുമായി സ്വാത്ത് താഴ്വരയിലുടനീളം അവൾ പര്യടനം നടത്തി. ചെല്ലുന്നിടങ്ങളിലെല്ലാം വൻ ജനക്കൂട്ടം അവളെ സ്വീകരിച്ചു. അവളുടെ പ്രസംഗം കേൾക്കാൻ വൻതോതിൽ ജനങ്ങൾ തടിച്ചുകൂടി. വളരെ ലളിതമായ ആർക്കും മനസ്സിലാകുന്ന ഭാഷയിലൂടെ അവൾ അവരോട് സംസാരിച്ചു. വളരെ ശക്തമായിരുന്നു അത്, മുനയുള്ളതും. ഒടുവിൽ 2012 സ്വാത്തിൽ കൂടിയ താലിബാന്റെ യോഗം ആ തീരുമാനമെടുത്തു: മലാലയെ കൊലപ്പെടുത്താൻ. ഒക്ടോബർ 9 മലാലയ്ക്ക് അന്ന് പരീക്ഷയായിരുന്നു. സ്കൂൾ വാനിൽ പരീക്ഷയെല്ലാം കഴിഞ്ഞുള്ള മടക്കയാത്രയിലായിരുന്നു അവർ. ചോദ്യപേപ്പറിലെ ചോദ്യങ്ങൾ ചോദിച്ചും അതിൻ്റെ ഉത്തരങ്ങൾ പറഞ്ഞും തർക്കിച്ചും പാട്ടൊക്കെ പാടിയും അവർ വളരെ ഉത്സാഹത്തോടെയും ഉല്ലാസത്തോടെയുമുള്ള മടക്കയാത്രയിലായിരുന്നു. പെട്ടെന്നാണ് വാൻ സഡൻ ബ്രേക്ക് ഇട്ട് നിന്നത്. പിൻവാതിൽ വലിച്ചു തുറന്നുകൊണ്ട് ഒരു താടിക്കാരൻ വാനിലേക്ക് ചാടിക്കയറി. അയാൾ ചോദിച്ചു, ആരാണ് ഇതിൽ മലാല എന്ന്. പേടിച്ച് വിറച്ചെങ്കിലും കൂട്ടുകാരികൾ മലാലയെ കാട്ടിക്കൊടുത്തില്ല. മലാല അക്രമിയെ തന്നെ തുറച്ചു നോക്കി. എന്തും സംഭവിക്കട്ടെ എന്ന ഭാവത്തിൽ. അയാൾ അവളെ തിരിച്ചറിഞ്ഞു. ഒരൊറ്റ വെടി. ഒന്നുറക്കെ കരയാൻ പോലും കഴിയാതെ മലാല പിന്നിലേക്ക് മറിഞ്ഞു വീണു. ആ വെടിയുണ്ട അവളുടെ തലയും കഴുത്തും തുളച്ച് തോളിൽ വന്ന് പതിച്ചു. മണിക്കൂറുകൾക്കുള്ളിൽ പെഷവാറിലെ ആശുപത്രിയിലേക്ക് ഹെലികോപ്റ്റർ മാർഗത്തിൽ അവളെ കൊണ്ടുപോയി. അവിടെ അവളെ അടിയന്തര ശസ്ത്രക്രിയകൾക്ക് വിധേയയാക്കി. 3 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ഡോക്ടർമാർ വെടിയുണ്ട നീക്കം ചെയ്തു. എങ്കിലും ഈ തലച്ചോറിനുണ്ടായ ക്ഷതം എങ്ങനെ പരിഹരിക്കുമെന്നറിയാതെ അവർ കുഴങ്ങി. മലാലയ്ക്ക് വെടിയേറ്റത് ലോക മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവമായിരുന്നു. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും മലാലയ്ക്ക് ചികിത്സാ സഹായങ്ങളുണ്ടായി. ജർമ്മനിയും തൊട്ടു പിന്നാലെ അമേരിക്കയിലെ പ്രമുഖരായ പല വ്യക്തികളും അവൾക്കായി സഹായഹസ്തം നീട്ടി. എന്നാൽ അമേരിക്കയുടെ സഹായം സ്വീകരിക്കുന്നത് നാട്ടിലുള്ള ചില തീവ്രവാദ സംഘങ്ങളെ പ്രകോപിപ്പിക്കുമെന്ന് ഭയന്ന് പാകിസ്ഥാൻ പ്രതികരിച്ചില്ല. പിന്നീടാണ് ബ്രിട്ടനിലുള്ള ക്വീൻ എലിസബത്ത് ഹോസ്പിറ്റൽ ബർമിംഗ്ഹാമിലേക്ക് അവളെ കൊണ്ടുപോകുന്നത്. ആഴ്ചകൾ നീണ്ട പരിശ്രമത്തിന് ശേഷം അവളുടെ തലയോട്ടിയുടെ ക്ഷതമേറ്റ ഭാഗം അതേ രൂപത്തിൽ ടൈറ്റാനിയം ലോഹം കൊണ്ട് പുനഃസൃഷ്ടിക്കാൻ
ഡോക്ടർമാർ വിജയിച്ചു. പിന്നെയും കാത്തിരിപ്പ് തുടർന്നു. ആഴ്ചകൾക്ക് ശേഷം അവൾ സ്വബോധം വീണ്ടെടുത്തു. കണ്ണുകൾ തുറന്നിട്ട് മലാല ആദ്യം ചോദിച്ചത് അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട, ചെറുപ്പം മുതൽ അവളുടെ കൂടെയുള്ള അവളുടെ ടെഡി ബെയറിനെയായിരുന്നു. ഞാനിതാ ജീവനോടെ തിരിച്ചു വന്നിരിക്കുന്നു. എൻ്റെ 2ാം ജന്മമാണിത്. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച മുഴുവൻ ആളുകൾക്കും ഞാൻ നന്ദി പറയുന്നു. ഇനിയുള്ള കാലം എല്ലാവർക്കും സേവനം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ലോകം മുഴുവനും കണ്ട ഒരു വീഡിയോ സന്ദേശത്തിലൂടെ മലാല ഇങ്ങനെയാണ് പറഞ്ഞത്: വെടിയുണ്ട നമ്മളെ എല്ലാവരെയും നിശബ്ദരാക്കുമെന്ന് കരുതിയവർ പരാജയപ്പെട്ടു. നിശബ്ദതയിൽ നിന്നും ഒരു വലിയ ശബ്ദം ഉയർന്നു വന്നിരിക്കുന്നു. ലോകമെങ്ങുമുള്ള പെൺകുട്ടികളുടെ ശബ്ദമായി മലാല മാറിയ കാഴ്ചയാണ് പിന്നീടുള്ള ദിവസങ്ങളിൽ കണ്ടത്. രാജ്യങ്ങളിൽ നിന്നും രാജ്യങ്ങളിലേക്കുള്ള വലിയ മാറ്റത്തിന് മലാല നിമിത്തമായി. മലാല എന്ന പെൺകുട്ടി ഉയർത്തുന്ന ആശയങ്ങൾക്ക് അതിർത്തി കടന്നുകൊണ്ടുള്ള ലോക മനസാക്ഷിയുടെ പിന്തുണയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ പാക് സർക്കാർ മലാല ഫണ്ട് എന്നൊരു പദ്ധതിക്ക് തന്നെ രൂപം കൊടുത്തു. മുഴുവൻ പെൺകുട്ടികൾക്കും വിദ്യാഭ്യാസം എന്നതായിരുന്നു ആ പദ്ധതിയുടെ ലക്ഷ്യം തന്നെ. അതിനുശേഷം നിരവധി പുരസ്കാരങ്ങൾ മലാലയെ തേടിയെത്തി. 2013 ഇന്റർനാഷണൽ ചിൽഡ്രൻസ് പീസ് പ്രൈസ് മലാലയ്ക്ക് ലഭിച്ചു. പിന്നീട് 2014 ഇന്ത്യയിൽ നിന്നുള്ള ബാലാവകാശ പ്രവർത്തകനായ കൈലാഷ് സത്യാർത്ഥിക്കൊപ്പം സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനവും മലാലയെ തേടിയെത്തി. വെടിയേറ്റ ദിവസം മലാല ധരിച്ചിരുന്ന അവളുടെ ചോര പുരണ്ട വസ്ത്രം ഓസ്ലോയിലെ നൊബേൽ പീസ് സെന്ററിൽ ഇന്നും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നൊബേൽ സമ്മാനം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി കൂടിയാണ് മലാല. ഇതാണ് മലാലയെക്കുറിച്ചിട്ടുള്ള പുസ്തകം. PS രാകേഷ് എഴുതിയ ഞാൻ മലാല. ഈ പുസ്തകം നിങ്ങളെല്ലാവരും വായിക്കണം.